ഹലോ ഡിയേഴ്സ്, അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ബി കോൾ വിത്ത് പൊന്നു. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കറി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടാണ് ഈ ഒരു കറി ഉള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ നല്ല പോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു മസാലപ്പൊടികളൊക്കെ നല്ല പോലെ തന്നെ ഒരു ചിക്കനിൽ കോട്ടായി കിട്ടണം. അതുവരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ഇത് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിവിടെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അങ്ങനെ ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോരോ ചിക്കൻ പീസ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് നല്ല പോലെ ഫ്രൈ ആയിട്ട് മൊരിഞ്ഞ് കിട്ടണ്ട, ജസ്റ്റ് 2 സൈഡും ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഒരു സൈഡ് കുക്കായപ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡും കൂടെ കുക്കായി വരുമ്പോൾ നമുക്കൊന്നും കൂടെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതൊന്ന് കോരി മാറ്റാം. ഇത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കറി റെഡിയാക്കി എടുക്കുമ്പോൾ ചിക്കൻ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ചിക്കൻ ഒട്ടും ഉടഞ്ഞു പോവാതെ തന്നെ നമുക്ക് കറി കിട്ടും. അതിനതാ ചിക്കനൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സെയിം എണ്ണ തന്നെയാണ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു സവാള നല്ല പോലെ തന്നെ ഒന്ന് സോഫ്റ്റായി കിട്ടണം. അതുവരെ വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതാ സവാള ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ചിക്കൻ മസാല, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു മസാലപ്പൊടികളൊക്കെ എണ്ണയിൽ നല്ല പോലെ തന്നെ ഒന്ന് റോസ്റ്റായി കിട്ടണം. അങ്ങനെ ഇതാ മസാലപ്പൊടികളൊക്കെ നല്ല പോലെ തന്നെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു വലിയ ജീരകം ഈ ഒരു സമയത്താണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടത് അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേണം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ കറിയൊക്കെ ഇവിടെ നല്ല പോലെ തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നല്ല പോലെ തന്നെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ്. അതാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ തക്കാളി ആയതുകൊണ്ടാണ് 2 എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 3 എടുക്കാം. നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേണം അതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കറിയൊക്കെ അതാ നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേണ്ടത് ഒരു തണ്ട് കറിവേപ്പിലയാണ്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഈ ഒരു കറിക്കുള്ളത്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഈ ഒരു കറി റെഡിയാക്കി എടുത്തത് കൊണ്ട് തന്നെ ചിക്കൻ ഒട്ടും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് റെഡിയാക്കി നോക്കാം. ഈ ഒരു കറി നമുക്ക് എന്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. പൊറോട്ട, നെയ്ച്ചോറ്, ചോറ് എന്തിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ഒരിക്കലെങ്കിലും ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കറി റെഡിയാക്കി നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മൾ തൈര് ചേർത്തിട്ടാണ് ഈ ഒരു ചിക്കൻ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചത്. അതുകൊണ്ട് തന്നെ ചിക്കൻ നല്ല സോഫ്റ്റാണ്. അതുപോലെ നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ. നമ്മൾ ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ട് ചിക്കൻ ഒട്ടും ഉടഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.